വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഡിവിഷൻ 16 അകമല കാട്ടാന ശല്യം കൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ കർഷകർക്ക് റബ്ബർ വെട്ട്, പലജാതി കൃഷികൾ, ഇഞ്ചി, മഞ്ഞള്, അതേപോലെ തന്നെ റബ്ബർ കാലത്ത് പോയി വെട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ആനപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ സ്ഥിരമുണ്ട്. ചേപ്പലക്കോട് മുതൽ പിടിച്ച് പട്ടാണിക്കാട് വരെ ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 15 ദിവസമായിട്ട് ആന ഇവിടെ തന്നെയാണ്. കുഴിയോട് മുതൽ പിടിപ്പിച്ച് പട്ടാണിക്കാട് വരെ. നേരത്തെയൊക്കെ പറഞ്ഞാൽ കാട്ടുകൂടെ സൈഡിൽ കൂടെ മാത്രമേ പോയാർന്നുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിലും റോട്ടിലും ഇറങ്ങിയിട്ട് ആനയ്ക്ക് ഇന്ന് കാലത്ത് ഞാൻ ആനനെ കണ്ടു. കാലത്ത് പശുവിനെ കറന്ന് പാൽ കൊടുക്കാൻ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ ഈ റോട്ടിന്റെ ഇവിടെ ആ നായർമണിച്ചേട്ടന്റെ ആദ്യം കണ്ടത് വാഴ 3 വലിച്ചിട്ട് തിന്നിട്ട് നേരെ മുകളിൽ കയറിക്കണം. ഒരു മിറ്റത്ത് റംബൂട്ടാന തെയ്യുണ്ട്, അതുവരെ ആന ചെന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആന നേരെ റോട്ടിൽ കൂടെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അവിടുന്ന് ചവിട്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് അപ്പുറം വഴി റോട്ടിൽ കൂടെ തന്നെ പോയി കുഴിയോട് സൈഡ് റോട്ടിൽ കയറിയിട്ട് ആ കോറിയുണ്ട് അവിടെ പഴയൊരു, ആ വഴി കയറി അങ്ങനെ മുകളിലേക്ക് പോയി. അവിടെ ഒരു 3 വീട്ടുകാര് താമസിക്കുന്നുണ്ട്. അവരതിനെ പാത്രങ്ങളൊക്കെ കുട്ടി ഓടിച്ച് നേരെ കാട്ടിൽ കയറി ആന കാട്ടിൽ നിന്ന് നേരെ താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് ആന ഇപ്പൊ പട്ടാണിക്കാട് ഭാഗത്ത് ആന അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലത്ത് റബ്ബർ വെട്ടാനൊന്നും പോകാൻ പറ്റുന്നില്ല, പശുവിനെ കറന്ന് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് നിയമ നടപടി സ്വീകരിക്കണമെന്ന് MP ആയാലും MLA ആയാലും ഈ ഭാഗം വന്ന് പരിസരത്ത് വന്ന് ഇതിന്റെ ജനങ്ങളുടെ അവസ്ഥ. അകമല ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ 3ാമത്തെ ദിവസം അപ്പോൾ വന്നത് സ്ഥിരമായിട്ട് വന്നത്. ഇതിൽ ഈ റോഡ് ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കുമ്പോൾ ഈ റോഡ് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ കയറിയിട്ട് ഈ പുല്ല് തിന്ന് ഈ പാഴ പിടിച്ച് ഇങ്ങനെ നേരെ റോഡേ പോവാണ്. ഇതിന് മുമ്പേ വന്നിട്ട് അവിടെ തെങ്ങൊക്കെ പടുത്തി കളഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പരാതി കൊടുത്ത് ഞങ്ങൾ ഇത് അതിന്റെ അടുത്ത് വേറെ നല്ല തെങ്ങ് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കണവര്. ഈ തെങ്ങ് കണ്ടില്ല എന്ന് വന്നവരൊക്കെ ചോദിച്ചു പോണത്. ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സങ്കടം പറയണത്? സങ്കടപ്പെട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത് 217 നഷ്ടപരിഹാരം കിട്ടൂത്രേ. അതിനിപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയാലേ ഇവിടെ കിട്ടണത്? 217 രൂപയ്ക്ക് ഈ തെങ്ങിനൊക്കെ 217 കിട്ടിയാൽ മതിയോ? ഇത് പിടിച്ച് വലിച്ച് തട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈനും പൊട്ടി എല്ലാം പൊട്ടി എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവണേ. ആന റോഡെ ഇറങ്ങി നടക്കുക, ഫോറസ്റ്റുകാരൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇവിടെ ഒരു വാച്ചുമാർ 2 പേരുണ്ട്. അവർ 8 മണിക്ക് ഒരു പടക്കം പൊട്ടിക്കും, പിന്നെ 10 മണിക്ക് ഒരു പടക്കം പൊട്ടിക്കും, പിന്നെ അവരുടെ പരിപാടി കഴിഞ്ഞു, അവർ കിടന്ന് ഉറങ്ങുക തന്നെ. പിന്നെ രാവിലെ 6:30 ആകുമ്പോൾ ഏറ്റു പോകുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത്. ഞങ്ങൾ സങ്കടപ്പെട്ടപ്പോൾ അത് പറഞ്ഞു മടുത്തു. ഒരു രക്ഷയില്ല. ഇനി ബാക്കി എന്തെങ്കിലും നീക്കണ ഞങ്ങളൊരു എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിലേക്ക് വരും. എല്ലാം ഇത് നികുതിയൊക്കെ അടച്ചത് അതെല്ലാം രേഖയുള്ള ഭൂമി, അല്ലാണ്ട് ഫോറസ്റ്റുകാരുടെ ഭൂമിയൊന്നുമല്ലത്. ശല്യം ഈ ആന കൊണ്ട് ശല്യം പോയി ഒരു നിവൃത്തിയില്ലാണ്ടായി. അതെല്ലാം ഒരു സാധനം ഒരു കൃഷി എടുത്ത് ജീവിക്കാൻ പറ്റാണ്ടായി. ഇവിടെ വന്നപ്പോൾ കദളിവാഴൊക്കെ ഒടിച്ച് തവിടൂടെയൊക്കെ ഇട്ടിട്ട് പോയത്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി നാളെ വരും. സ്ഥിരമായിട്ടുള്ളതാണ്. ഇതിൽ ദിവസം വരും. 11:30 ഇവിടെ CCTV കണ്ടിട്ടുണ്ട് ആന പോണത്. ഈ റോഡ് തന്നെ ആന വന്നേക്കണത്. ഈ കാട്ടിനിറങ്ങിയ ആന ഈ റോഡ് തന്നെ വന്നിട്ട് ഇങ്ങനെ റോഡ് തന്നെ പോയേക്കണം. അപ്പുറം കയറിയപ്പോണ് ഒരു നിവൃത്തിയില്ല. ജീവിക്കാൻ യാതൊരു നിവൃത്തിയിലുണ്ടായി.